പാകിസ്ഥാൻ ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര കലാപം പോലത്തെ അവസ്ഥ. ഷട്ട് ഡൗണിലേക്ക് രാജ്യം പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. ആശുപത്രികൾ പ്രവർത്തിക്കുന്നില്ല, സ്കൂളും കോളേജുകളും അടഞ്ഞുകിടക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 30% ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ ആക്രമണം, ഖൈബർ പഖ്തൂൺ മേഖലയിലെ ആക്രമണം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേർക്കുനേർന്ന് ഏറ്റുമുട്ടുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അവിടെ ഒരു ചതുർഭുജ യോഗം, 4 രാജ്യങ്ങളുടെ യോഗം നടക്കുന്നു. ആ യോഗത്തിൽ വെച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ കാൽ വഴുതി വീഴുന്നതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന വീഡിയോ. ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദല്ലിനെ സ്വീകരിക്കാൻ എത്തുമ്പോഴാണ് കാൽ വഴുതി വീഴുന്നത്. പക്ഷേ പാകിസ്ഥാൻ സർക്കാർ പറയുന്നത് കാൽ വഴുതി വീണതല്ല, ദേഹാസ്വസ്ഥ്യം മൂലം വീണതാണ് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചതുർഭുജ യോഗം എന്ന് പറയുമ്പോൾ ഈജിപ്തും തുർക്കിയും സൗദി അറേബ്യയും അടക്കം പാകിസ്ഥാനും അടക്കം ചേർന്നിട്ടുള്ളൊരു സംയുക്ത യോഗമാണ്. കാരണം പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യോഗം. അവിടേക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതെ കാല് ഇടറി വീഴുന്ന, അതായത് ആ ഫ്ലോറിന്റെ പ്രശ്നമാണ് എന്നാണ് ചിലർ ഒക്കെ അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത്. അവിടെ തെന്നിപ്പോകുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു, അവിടെ കാൽവഴുതിയാണ് ധാർ വീണത് എന്ന് പറയുന്നു. എന്നാൽ പാക് സർക്കാർ പറയുന്നത് അങ്ങനെയല്ല, ദേഹാസ്വസ്ഥ്യം ഒന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുത്തരിയാണോ എന്നറിയില്ല. നമുക്കുമുണ്ടായിരുന്നു ഒരു പ്രതിരോധ മന്ത്രി. വെയിലടിച്ചപ്പോൾ ഈ പരേഡിന് സല്യൂട്ട് സ്വീകരിക്കാൻ പോയ ആ മന്ത്രിയെ തോളിലേറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയും ഇന്ത്യക്കാർ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻകാരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചിരിയല്ല വന്നത്. ഇത്തരമൊരു അനുഭവം നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള ഒരു ഓർമ്മ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.